സാബു ജേക്കബിന്റെ 2020 ഏറ്റവും അധികം ശത്രുപക്ഷത്ത് കാണുന്ന എം എൽ എ ആരാന്ന് ചോദിച്ചാൽ വി ശ്രീനിജനാണ്. അതായത് കുന്നത്തുനാട് എം എൽ എ. കുന്നത്തുനാട്ടിലെ എം എൽ എ ആയ വി ശ്രീനിജൻ വരുന്ന ഇവിടെ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവായിരുന്നു. അവിടെ നിന്ന് രാജിവെച്ചിട്ട് CPM ചേരുകയാണ്. എന്നിട്ട് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ 2011 2016 അവിടെ നിന്ന് VP സജീന്ദ്രനാണ് മത്സരിച്ചത്. 2 തവണ MLA ആയാണ്. ഈ സജീന്ദ്രനെ അട്ടിമറിച്ചുകൊണ്ട് വന്നേക്കുന്നത് VK ശ്രീനിജനാണ്. ഈ ശ്രീനിജന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനായിരുന്നു സുപ്രീം കോടതി ജഡ്ജിയായ KG ബാലകൃഷ്ണൻ. അപ്പോൾ KG ബാലകൃഷ്ണന്റെ വലിയ ഒരു സാമുദായിക അല്ലെങ്കിൽ കുടുംബപരമായ പിന്തുണയൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട് ഇത്തവണ 2020 പുതിയ ചില തന്ത്രങ്ങളുമായിട്ട് വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്തായിരിക്കും കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഒരു സ്ഥിതി? ഈ 2020യുടെ ഒരു BJP NDAയിലേക്കുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ NDA മുന്നണിയിൽ ചേർന്നതിനകത്ത് വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. കാരണം BJP ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ആനുകൂല്യം ഈ 2020യിൽ കൂടി വേണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടാൻ സാധ്യതയാണ്. കാരണം 2020 ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ PC ജോർജ് വരുന്നതും ഷോൺ ജോർജ് വരുന്നതും എന്ന് പറയുന്നത് പോലെ 2020 കൊണ്ട് ആ ആനുകൂല്യം ഒരു പക്ഷേ BJP കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 2020 ഒരു കേരള കോൺഗ്രസ് പോലെയുള്ള ഒരു സംവിധാനമാണെന്ന് വേണമെങ്കിൽ അകത്ത് കയറി നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് ഈ സാബു ജോൺ അല്ലേ, അത് സാബു ജേക്കബ് നമ്മൾ പറയുമ്പോൾ എത്ര ചില ആൾക്കാർ മുതലാളി എന്ന് പറയുമ്പോഴും അയാളുടെ താല്പര്യമാണെന്ന് പറയുമ്പോഴും മറ്റു പലതും പറയുമ്പോൾ അയാൾ ഉണ്ടാക്കി വന്ന പ്രസ്ഥാനവും അയാൾക്ക് ചില എത്തിക്സും ഒക്കെ അയാളിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. അയാൾ ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ കുറേ പഞ്ചായത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അത് നിലനിർത്തി പോകുന്നതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ പിറകിൽ ചില ത്യാഗങ്ങളും അല്ലെങ്കിൽ ചില പോളിസികളുമൊക്കെ ഉണ്ട്. ആ പോളിസിയൊക്കെ ആ നാട്ടിലുള്ളവർക്കെല്ലാം അംഗീകരിക്കാൻ പറ്റുന്നതും ഗുണമുള്ളതും തൃപ്തിയുള്ളതുമാണ്. മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ശ്രീനിജൻ എന്ന് പറയുന്ന ആൾ നമുക്കറിയാമല്ലോ, അതിനകത്ത് ഈ സജീന്ദ്രനെ തോപ്പിച്ച് അട്ടിമറിയിൽ കൂടി വന്നതാണ്. ഇദ്ദേഹത്തെ നോക്കുമ്പോൾ നമ്മൾ എത്ര സംവരണ വാർഡാണെന്ന് പറയുമ്പോഴും MLA ആണെന്ന് പറയുമ്പോഴും VK ശ്രീനിജൻ എന്ന് പറയുന്ന ആളിനെ ഈ പട്ടികജാതിക്കാരൻ്റെ ഇടയിലെ ഒരു സമ്പന്നൻ, ഒരു കോടീശ്വരൻ, ഒരു ബൂർഷ എന്നൊക്കെ നോക്കിക്കാണാൻ പറ്റത്തുള്ളൂ. കാരണം റേഞ്ച് റോവറേല പുള്ളി നടക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മായിയച്ചൻ എന്ന് പറയുന്ന ആള് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതിനകത്ത് ഇറങ്ങി നോക്കുമ്പോൾ ആ കെയർ ഓഫിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാൾ ശ്രീനിജൻ എന്ന രീതിയിലുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പുറകിലും പല ആക്ഷേപങ്ങളും വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് അത് നമ്മൾ വ്യക്തത വരുത്തി പറയാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം MLA ആകുമ്പോൾ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഒരു പക്ഷേ ഈ സാബു ജേക്കബിനോടാണ്. സാബു ജേക്കബ് ഈ ശ്രീനിജൻ എന്ന് പറയുന്നത് നിന്ന് കൊടുക്കുന്ന ആളല്ല. ഒരു പക്ഷേ ശ്രീനിജൻ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു യോജിപ്പും ഇല്ലാത്ത ആൾ എന്നുള്ള രീതി കൊണ്ടായിരിക്കും സാബു ജേക്കബ് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ നയിക്കുക. പക്ഷേ ഇപ്പം ഈ 2020 പലയിടത്തും സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട്, സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾ എല്ലാം വ്യത്യസ്തരാണ്, ജയിക്കാൻ സാധ്യതയാണ്, ജനത്തിന് പ്രയോജനപ്പെട്ടതാണ്. ജനം നോക്കിക്കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രാപ്തനായിട്ടുള്ള ആൾ, സാധാരണക്കാരനായിട്ടുള്ള ഹരിജൻ മണ്ഡലം എങ്ങനെ സിനുജി ഉണ്ടാകുന്നത്? അവിടെ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതൽ വരുന്നതുകൊണ്ടാണല്ലോ അത്തരത്തിൽ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. അല്ല, ഈ TH മുസ്തഫയായിരുന്നു നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ MLA. അതായത് 5 തവണയോ മറ്റോണ് TH മുസ്തഫ ഈ കുന്നത്ത് നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 2008 ഇത് സംവരണ മണ്ഡലമായിട്ട് മാറുന്നത്. അതിനുശേഷം സജീന്ദ്രൻ അവിടെ വരുന്നു. സജീന്ദ്രൻ 2 ടീമിൽ MLA ആയി. ആ സമയത്ത് തന്നെയാണ് കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ ശ്രീനിജന് അതിൽ അതൃപ്തി ഉണ്ടാകുന്നു. അങ്ങനെ PV ശ്രീനിജനെ CPM അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയാണ്. പക്ഷേ അവർ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ PV ശ്രീനിജന് വിജയിക്കാൻ കഴിയും. ഈ ശ്രീനിജൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം ഈ 2020 എന്നും പ്രശ്നമാണ്. കാരണം 2020 നടപ്പാക്കുന്ന വികസന പദ്ധതികൾ CPM വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഈ കിഴക്കമ്പലം, കുന്നത്തുനാട് തുടങ്ങിയ മേഖലകൾ, ഈ കിഴക്കമ്പലം പഞ്ചായത്ത് അറിയാലോ, 20 സീറ്റൊക്കെ ഉണ്ട്. 20 സീറ്റും അവർ തന്നെയാണ് നേടുന്നത്. അപ്പോൾ പ്രതിപക്ഷം പോലും ഇല്ലാതെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നത് CPM വലിയ പ്രശ്നമാണ്. അപ്പോൾ ശ്രീനിജനാണ് വലിയ എതിർപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ ശ്രീനിജനെതിരെ ഉയരുന്ന ചില ആരോപണങ്ങളുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനം, അതുപോലെ തന്നെ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇതിലൂടെയൊക്കെ ഇയാൾ വലിയ തോതിൽ പണം സമ്പാദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സാബു ജേക്കബിൻ്റെ കമ്പനിയെ
ഒരുപാട് കേസുകളിൽ പെടുത്താനായിട്ട് അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് CPM ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നിയമപരമായ വഴികളിലൂടെയാണ് ഇവർ നേരിടുന്നത്. എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയുടെ ഘട്ടം വരെ പലതവണ എത്തി. 2020 പ്രവർത്തകരെയൊക്കെ CPMകാർ രാത്രിയിലും മറ്റും മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇവിടെ ശ്രീനിജനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നുള്ളത് ഈ സാബു ജേക്കബിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. അതുകൊണ്ട് അത് ഏത് അറ്റം വരെയും പോയേക്കാം. പക്ഷേ ശ്രീനിജനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് കളിക്കാൻ CPMന് അറിയാം. ഇയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു, CPM വന്നു. അപ്പോൾ കൃത്യമായിട്ട് കളിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ പോരാട്ടമായിട്ട് തന്നെ ഈ കുന്നത്തുനാട് മാറും കുന്നത്തുനാട് മാറുമെന്ന് പറയാൻ അതാ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് ശ്രീനിജൻ എന്ന് പറയുന്ന ആള് അത് പേയ്മെന്റ് സീറ്റ് ആണെന്ന് അന്ന് ആരോപണം എന്താ? അതെ അതെ, പണം കൊടുത്ത് വാങ്ങിയതാണ്. രാജീവാണ് അതിന്റെ പിറകിൽ, അപ്പോഴത്തെ മന്ത്രി. ആ രീതിയിലൊക്കെ ആരോപണം വന്നു. കാരണം നോക്കി കാണുമ്പോൾ അയാൾക്ക് തന്നെ സാധിക്കും. ഇനി ശേഷം ഇയാൾ ഇത് പ്രയോജനപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ ഇതുപോലെ നടന്നിരുന്നു, അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ബന്ധുക്കളൊക്കെ തിരികെ കയറ്റാൻ, അല്ലെങ്കിൽ CPMനെ ഉപയോഗിച്ച് MLA സ്ഥാനം ഉപയോഗിച്ച് പണം സമ്പാദിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണം ഇപ്പോഴും ഈ സിനു പറഞ്ഞതുപോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ആ കെയർ ഓഫിലും, അല്ലെങ്കിൽ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹം ഒരു സാധാരണ ഹരിജനങ്ങൾ കൂടുതലുള്ളിടത്ത്, അവരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ, സാമ്പത്തികമായിട്ടും മറ്റ് പല രീതിയിലും ഭൂരിപക്ഷം വരുന്നത്. അതുകൊണ്ടാണ് ആ മണ്ഡലം അങ്ങനെയാണ്. ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യനല്ല ഇയാൾക്ക് ആ മനസ്സില്ല, ഇയാൾ അതിൻ്റെ ഭാഗമാകത്തില്ല. അയാൾ ഈ പറയുന്ന ജാതിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിലും ഉന്നത നിലവാരത്തിൽ ഉള്ള ഒരു ജീവിതശൈലിയും അത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിത കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും, മറ്റ് ഈ സാധാരണക്കാരനെ പരിഗണിക്കുന്ന മാനസികാവസ്ഥ ഇല്ലാത്ത ആളും എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പം ഇതിനകത്ത് വരുന്നത്. അതിന് അത്തരത്തിലുള്ള ഒരാളാവണം നിങ്ങളുടെ MLA എന്നുള്ള രീതിയിലേക്ക് ഒരാളുടെയാണ് 2020 അവതരിപ്പിക്കുന്നത്. അപ്പോൾ 2020 ഇപ്പം ബാബു ദിവാകരൻ എന്ന് പറയുന്ന ഒരാളിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ബാബു ദിവാകരൻ എന്ന് പറയുന്ന ആൾ അടൂർക്കാരനാണ്. അടൂരിനകത്ത് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, അടൂർ മുനിസിപ്പൽ ചെയർമാൻ. അദ്ദേഹം അവിടെ വന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു, അവിടെ ഇതുപോലെ കോൺഗ്രസ്സുകാരനായിട്ട് വരുന്നു. അദ്ദേഹത്തിന് ആരുമില്ല, അദ്ദേഹം മത്സരിക്കുന്നു, അവിടെ ജയിക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ഈ മുനിസിപ്പൽ ചെയർമാനായിട്ട് വരുന്നു. ആ മുനിസിപ്പൽ ചെയർമാൻ ആയിട്ട് വന്നിട്ട് അദ്ദേഹം യാതൊരു അഴിമതിയും നടത്തുന്നില്ല. അതിനുശേഷം ടാലൻറ്റ് ഹണ്ടിലൂടെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആരുടെയും കാല് പിടിച്ചും കൈ പിടിച്ചില്ല, കഴിവ് കൊണ്ട് ടാലൻ്റ് കണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ ഉണ്ടായിരുന്നല്ലോ കുറേ ആൾക്കാർ. അതിനകത്ത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്ത കുറേ ചെറുപ്പക്കാരെയല്ലേ രക്ഷപ്പെട്ടു. തെരഞ്ഞെടുത്ത അന്ന് ഈ ബൽറാമൊക്കെ അന്ന് വന്ന, അതുപോലെ ഷാഫി പറമ്പിൽ അന്ന് വന്ന, വിഷ്ണുനാഥ് അന്ന് വന്ന, അങ്ങനെ കുറേ ചെറുപ്പക്കാരെ, അതുപോലെ രമ്യ ഹരിദാസ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ വന്ന. അതിനകത്ത് ഇദ്ദേഹം വന്നു, ഇദ്ദേഹം MLA. അതിനുശേഷം അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഒരു അവസ്ഥയില്ല. രാഷ്ട്രീയത്തിനകത്ത് പോയി ജയിൽവാസം അനുഭവിച്ച് കേസ് വന്ന്, അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥയുണ്ടായി സ്വന്തം വീട് കടം കീറി മുറിഞ്ഞ് വാടകയ്ക്ക് താമസിക്കുന്ന രോഗിയായിട്ടുള്ള ഭാര്യ ഒരു മകനുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൻ എന്ന് പറയുന്ന ആളായിരുന്നു അവിടെ മത്സരിച്ചത്. ആ മത്സരിക്കുന്ന ആൾ മരിച്ചുപോയി. ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടെങ്കിലും ബ്ലോക്ക് പ്രസിഡന്റായിട്ട് അയാൾ ഇരുന്നത്, മനസ്സിലാകുന്നു. അതിനുശേഷം അയാൾ ജില്ലാ പ്രസിഡന്റായി, അയാളെ പറ്റി ഇപ്പോഴും അവിടെ സ്ഥാനാർത്ഥി വേറെ അല്ലെങ്കിൽ ശാന്തകുമാർ എന്ന് പറയുന്ന ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ, അത് അവിടുത്തെ കോൺഗ്രസിൻ്റെ കാര്യം. അപ്പം അതിനകത്ത് നിന്ന് അതൃപ്തി, അദ്ദേഹത്തിൻ്റെ അവസ്ഥ റോഡിൽ നിന്ന് പൊതുജനത്തോട് രേഖപ്പെടുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വരുമല്ലോ, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കിട്ടിയില്ല, അല്ലെങ്കിൽ തീരുമാനമായില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടിട്ട് അദ്ദേഹത്തെ അവിടെ വന്ന് സാബു ജേക്കബ് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ കുന്നത്തുനാട് വരണം, മത്സരിക്കണം, നിങ്ങളെപ്പോലെയുള്ള തെരുവിൻ്റെ മക്കളെ, നിവർത്തിയില്ലാത്തവനെ, കുപ്പയിലെ മാണിക്യത്തെ ആണ് അവിടെ മത്സരിക്കേണ്ടത്. സാധാരണക്കാരൻ്റെ വികാരം നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ആ രീതിയിലേക്കുള്ളൊരു സ്ഥാനാർത്ഥി, കഴിവുറ്റവൻ, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നവൻ, പാർട്ടിക്ക് വേണ്ടി നിന്നവൻ, അങ്ങനെ ഒന്നും സമ്പാദിക്കാൻ പറ്റാത്ത, വീട് പോലും ഇല്ലാത്ത രോഗിയായിട്ടുള്ള ഭാര്യയും കൊണ്ട് തെരുവിലിറങ്ങേണ്ടി വന്ന ഒരാളെ കണ്ടെത്തി ഈ ശ്രീനിജനെതിരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇദ്ദേഹം വന്നു BJPക്ക് അത് NDAയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളെയും ന്യായവും നീതിയും, അല്ലെങ്കിൽ അത്തരത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളവനും അവതരിപ്പിച്ചാൽ ഒരു കുറവുമില്ലാത്ത ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ആദ്യത്തെ ഉദാഹരണമാണ് ഈ ബാബു ദിവാകരൻ പറയുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹം ആണ് കുന്നത്തുനാട് ഈ NDAയുടെ സ്ഥാനാർത്ഥി. 2020ക്കാണ് ആ സീറ്റ്. പിന്നെ ശ്രീധരൻ തന്നെയായിരിക്കും UDFന് കാൻഡിഡേറ്റ്, LDFന്റെ കാൻഡിഡേറ്റ്. ഈ ബാബു ദിവാകരന് അടൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അടൂർ മണ്ഡലത്തിൽ, അടൂർ സംവരണ മണ്ഡലമായിരുന്നല്ലോ, എന്നിട്ടും കോൺഗ്രസ് അവിടെ സീറ്റ് കൊടുത്തില്ല? മാത്രമല്ല, അഴിമതിയുടെ കര പുരളാത്ത ഒരു നേതാവ്, യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ വന്നതാണ്. അത്രയുമൊക്കെ ഉണ്ടായിട്ടും, അനുകൂല ഘടകം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തത് അദ്ദേഹത്തിന് വലിയ അതൃപ്തി ഉണ്ടാക്കി. മാത്രമല്ല, അദ്ദേഹം ഒന്നും സമ്പാദിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട്
പാപ്പരായി മാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസ് കാണിക്കുന്ന വിമുഖത, അവിടെയാണ് ഈ 2020 നീക്കത്തെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം 2020 ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരിക വളരെ എളുപ്പമാണ്. പക്ഷേ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ബാബു ദിവാകരനെ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് 2020 വലിയ നേട്ടമായി മാറി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട്. കാരണം കോൺഗ്രസ്സുകാരുടെ ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി അണികളുടെയൊക്കെ പിന്തുണ കിട്ടില്ലേ. ഒപ്പം ഈ പറയുന്ന 2020 സപ്പോർട്ട്, ഈ ശ്രീനിജൻ അഴിമതിക്കാരനാണ്, സ്വജനപക്ഷപാതക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ ഈ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയാണെന്ന് പറഞ്ഞാൽ LDF വോട്ടുകളും ചോരും. അപ്പോൾ സാബു ജേക്കബിൻ്റെ ഒരു ചോയ്സ് അത് വളരെ കൃത്യമായിരുന്നു. അതിനനുസരിച്ച് കോൺഗ്രസിൻ്റെ അകത്തുള്ള വോട്ടുകളും NDAയുടെ വോട്ടുകളും ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്തവണ സാബു ജേക്കബ് ഈ മണ്ഡലം പിടിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, അതിനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇയാൾ നമ്മൾ വിചാരിക്കേണ്ട ഇവിടുന്ന് അയാൾ അവിടെ പോയി അയാളെ ചെന്ന് കണ്ട് അയാളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും. കൺവിൻസ് ചെയ്ത് ഒരിക്കലും ഇത് മാമൂദ് ബാറിന് ഒരിക്കലും 2020 ചേരാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആലോചിച്ച കാണത്തില്ല. കാരണം അദ്ദേഹത്തിന് അതിനൊരു സാധ്യതയില്ല. അയാൾ ആകപ്പാടെ സാധ്യത ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ CPM കൂടെ പോയന്, CPIയുടെ കൂടെ പോയന്. ഒരു CPI ഇയാളെ നേരത്തെ ഇപ്പോഴല്ല, നേരത്തെ വളരെ നേരത്തെ തന്നെ വേണമെങ്കിൽ അതിനകത്ത് ഈ അവഗണനയൊക്കെ നേരത്തെ നേരിട്ടാണല്ലോ, ആദ്യമായിട്ടല്ല. അന്നേരം പറഞ്ഞ് നീങ്ങും. അപ്പം അയാൾ അതിനൊന്നും പോയിട്ടില്ല. അപ്പം ഇപ്പം അതിനുള്ള സാധ്യത ഇനി ഇതിനകത്ത് വേണ്ടാന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ ആരും സമീപിക്കുന്ന ഒരു അവസ്ഥ വരുന്നതിന് മുമ്പേ പത്രക്കാർ ഇദ്ദേഹത്തിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടുന്ന് സങ്കടത്തോടു കൂടി പറയുന്ന ഒരു അല്ലെങ്കിൽ ആ പ്രസ്താവന കേട്ടിട്ട് കൊള്ളാം, അയാളെ നമ്മൾക്ക് കൊള്ളാം, നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം, ഇവിടുന്ന് അവിടെ പോയി അയാളെ കൊണ്ടുവരിക. അപ്പം വളരെ ദീർഘവീക്ഷണത്തോടു കൂടി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തീരുമാനം. അദ്ദേഹത്തിന് അജണ്ടയില്ല. ആരായാലും അവിടെ ജയിക്കണം, ജയിക്കുന്നവൻ ആ മണ്ഡലം നോക്കുന്നവനായിരിക്കണം, മത്സരിക്കാൻ യോഗ്യത ഉള്ളവരായിരിക്കണം, ആ മണ്ഡലത്തിന് പ്രാപ്തനായിട്ടുള്ളവൻ, സത്യസന്ധനായിട്ടുള്ളവനായിരിക്കണം. അവന് ഒരു ഇടമുണ്ടെങ്കിൽ അത് 2020 കൂടി ആയിരിക്കും ആ ഇടം ഉണ്ടാവുന്നതെന്ന് ലോകത്തെ വിളിച്ചു കാണിക്കുകയും അത് BJPയുടെ ഭാഗമായി നിൽക്കുമ്പോൾ 2020 ഈ പറയുന്നത് പോലെ ഞെട്ടിക്കാനുള്ള സാധ്യത പല മണ്ഡലങ്ങളിലും ഉണ്ട്. അത് BJPക്ക് പല രീതിയിലും ഗുണമാകും എന്ന് വേണം കരുതാൻ. ഏതായാലും ശ്രീനജൻ ഈ പ്രാവശ്യത്തെ മത്സരം അത്ര നിസ്സാരമല്ല. പലതിനും മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു മത്സരം തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.